ജോൺസാ നമുക്കൊന്നും രാവിലെ പണി. എടാ 60 വർഷം മുമ്പ് ഈ സംഘടന ആരംഭിക്കുമ്പോഴും ഇതേ ചോദ്യം തന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഇതുപോലെ കുറേ പേര് അന്ന് തൊട്ട് കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് SB ആക്ട് അടക്കമുള്ള ഈ ഇപ്പോൾ ഉള്ള നമ്മളുടെ തൊഴിൽ നിയമങ്ങളൊക്കെ ലഭിച്ചത്. നിങ്ങൾ ഈ പറയുന്ന ഈ നിയമം കൊണ്ടൊക്കെ എനിക്ക് എന്നാ ഗുണം കിട്ടാനാ? എടാ നിനക്കിപ്പോൾ കിട്ടുന്ന PF, ലീവ്, ബോണസ്, ഗ്രാറ്റുവിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നത് ഈ നിയമം ഉള്ളത് കൊണ്ട്. ഒരു സംഘടന ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ള നിയമമാണ്. ആ സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്ററാണ് ഞങ്ങൾ ഈ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സഖാവേ, ഞങ്ങളുടെ വനിതാ സബ് കമ്മിറ്റിയുടെ പോസ്റ്റർ എവിടെയാണ്? അത് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കമ്പനിയുടെ യൂണിഫോം? ഇത് ഞങ്ങളുടെ കമ്പനിയുടെ യൂണിഫോം അല്ല. ഇത് ഞങ്ങൾ KMSR കോട്ടയം ജില്ലാ കമ്മിറ്റി ഞങ്ങൾ വനിതകൾക്കായിട്ട് നിർമ്മിച്ചു തന്നിരിക്കുന്ന, അത് രൂപീകരിച്ച് തന്നിരിക്കുന്ന ഒരു യൂണിഫോമാണ്. ഈ യൂണിഫോം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ ഒരു പ്രത്യേക പരിഗണന തന്നെ ലഭിക്കുന്നുണ്ട്. എടാ ഒരു കാലത്ത് നമ്മുടെ സ്ത്രീ തൊഴിലാളികളെ മെറ്റേണിറ്റി കാലത്ത് തിരിച്ചുവിടുകയായിരുന്നു മാനേജ്മെന്റുകൾ ചെയ്തുകൊണ്ടിരുന്നത്. KMSR ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർക്ക് മെറ്റേണിറ്റി ലീവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുന്നത്. എടാ ഇപ്പോൾ കാണുന്നത് പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു ഹോസ്പിറ്റലുകളിലൊന്നും. പ്രത്യേകിച്ച് കോവിഡ് കാലം നീ ഓർക്കുന്നില്ല. ആ കാലത്തൊന്നും ഇങ്ങനെ നമുക്ക് കയറാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ KMSR ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കാണുന്ന നിലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ചേട്ടാ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് പറ്റിയ നല്ല കമ്പനി വല്ലോണ്ട് ഒന്ന് സജസ്റ്റ് ചെയ്യാം. എടാ അവൻ ഫ്രഷർ ആണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് വിത്ത് KMSR ലിങ്ക് അയച്ചു കൊടുക്ക്. അവൻ നമ്മളുടെ മെമ്പർ ആണെങ്കിൽ നമ്മളുടെ KMSR വേക്കൻസിയിൽ ഇഷ്ടംപോലെ വേക്കൻസി വരുന്നുണ്ടല്ലോ, നല്ല വേക്കൻസി വരും. സഖാ ഞാൻ ചങ്ങനാശ്ശേരി വരുന്നവരാണ്. FMCG വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാനേജർമാരൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്നും ഭയങ്കര ഹരാസ്മെൻറ്റ്, അതുപോലെ തന്നെ സമയകൃത്യമല്ലാത്ത ഓൺലൈൻ മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ ജീവിതത്തെ പോലും അവർ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ. സഖാവ് ഒന്ന് ഇടപെടണം. സഖാവ് വർക്ക് ചെയ്യുന്ന FMCG മേഖല ഉൾപ്പെടെ 10ഓളം കാറ്റഗറിയിൽ വരുന്ന ജോലികളെ നമ്മുടെ SB ആക്ടിലേക്ക് ഉൾപ്പെടുത്തിയത് നമ്മുടെ സംഘടനയുടെ ഇടപെടൽ കൊണ്ടാണ്. ID ആക്ടിന് കീഴിൽ വർക്ക്മാൻ കാറ്റഗറിയിൽ നിങ്ങളുടെ മേഖലയിലുള്ള തൊഴിലാളികളും കൂടി ഉൾപ്പെടുത്തിയത് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരാണ്. സഖാവ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമ്മളുടെ മേഖലയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി വർക്കിംഗ് റൂൾ ഇല്ല എന്നുള്ളത് ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ ഈ നമ്മളുടെ ഈ മെഡിക്കൽ ആൻഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് മേഖലയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി വർക്കിംഗ് റൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിലാണ് KMSR. സഖാവിൻ്റെ മേഖലയിലുള്ള തൊഴിലാളികളും ആ പ്രക്ഷോഭങ്ങളിൽ അണിചേരുക. നമസ്കാരം. എനിക്ക് ഒരു ഹെൽപ്പ് വേണം സഖാവേ. ഇതൊരു ബന്ധുവേ മെഡിക്കൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പോൾ അവർക്ക് റെയർ ഗ്രൂപ്പായ B നെഗറ്റീവ് കുറച്ച് വേണമായിരുന്നു. എന്തെങ്കിലും സാധ്യത ഉണ്ടോ സഖാവ് കിട്ടാനായിട്ട്? സഖാവേ, ഏരിയ കമ്മിറ്റി നമ്മുടെ കുടമാളൂർ ഏരിയ സെക്രട്ടറി വിളിക്കുക. അവരുടെ കയ്യിൽ B നെഗറ്റീവിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മളുടെ സഹാക്കൾ തന്നെയാണ്. അപ്പോൾ സഖാവൊന്ന് അവരെ ഒന്ന് വിളിച്ചാൽ മതി. നമ്മുടെ സഹാക്കളല്ലേ, അവർ സഹായിക്കാതിരിക്കത്തില്ല. ID കാർഡ് കിട്ടിയായിരുന്നു? ഇല്ല. എത്ര രൂപയാ? അയ്യോ, നമുക്ക് തികച്ചും സൗജന്യമാണ്. അത് നമ്മുടെ ഏരിയ സെക്രട്ടറിയെ വിളിക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താലും കിട്ടത്തുള്ളൂ. എന്നിട്ട് ഏരിയ സെക്രട്ടറിയെ കോൺടാക്ട് ചെയ്താൽ മതി. അദ്ദേഹം അത് നിങ്ങൾക്ക് എത്തിച്ചു തരും. ഓക്കെ സാർ.